2018 മാർച്ച് 8 രാജസ്ഥാനിലെ ജുൻജുനുവിൽ വെച്ചാണ് പോഷൺ അഭിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. ഇന്ത്യയുടെ ദേശീയ വികസന അജണ്ടയിൽ പോഷകാഹാരത്തെ മുൻപന്തിയിൽ നിർത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത മൾട്ടി മിനിസ്റ്റീരിയൽ കൺവെർജൻസ് ദൗത്യമാണിത്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്തുടനീളം പോഷൺ മാസാചരണം നടക്കുന്നത്. സന്തുലിതവും പോഷകസമൃദ്ധവുമായ ഭക്ഷണക്രമത്തെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുക, ഇത് സംബന്ധിച്ച സർക്കാർ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്നതാണ് മാസാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അമ്മമാരുടെയും സഹോദരിമാരുടെയും പെൺമക്കളുടെയും ആരോഗ്യം ദേശീയ മുൻഗണനയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. ഗർഭിണികൾക്കും പെൺകുട്ടികൾക്കും ശരിയായ പോഷകാഹാരം ഉറപ്പാക്കാനുള്ള ദൗത്യം സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. വികസ്വര രാജ്യത്ത് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൈവരിക്കുന്നതിനായി 2017 സർക്കാർ PM മാതൃവന്ദന യോജന ആരംഭിച്ചു. ഈ പദ്ധതി പ്രകാരം ആദ്യത്തെ കുഞ്ഞിന്റെ ജനന സമയത്ത് 5000 രൂപയും രണ്ടാമത്തെ പെൺകുട്ടിയുടെ ജനന സമയത്ത് 6000 രൂപയും നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുന്നു. ഇതുവരെ 4.5 കോടി അമ്മമാർക്ക് ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. 19,000 കോടിയിലധികം രൂപ ഇത്തരത്തിൽ പദ്ധതിക്ക് കീഴിൽ വിതരണം ചെയ്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പോഷൺ മാസാചരണത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചണ്ഡീഗഡിലെ റായ്പൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിൽ സ്ത്രീകളുടെ ആരോഗ്യവും ശാക്തീകരണവും ദേശീയ മുൻഗണനയായി മാറിയിട്ടുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞതുപോലെ അവബോധത്തിന്റെയോ വിഭവങ്ങളുടെയോ അഭാവം മൂലം ഒരു സ്ത്രീ പോലും കഷ്ടപ്പെടരുതെന്നും അന്നപൂർണ ദേവി പറഞ്ഞു. നിമോറ ഗ്രാമത്തിലുള്ള ഒരു അംഗൻവാടി കേന്ദ്രവും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. വനിതാ ഗുണഭോക്താക്കളുമായും അംഗൻവാടി ജീവനക്കാരുമായും സംവദിക്കുകയും അവരുടെ അനുഭവങ്ങൾ ശ്രവിക്കുകയും അവരുടെ ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ തുടർച്ചയായ പ്രതിബദ്ധത ഉറപ്പു നൽകുകയും ചെയ്തു. 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ വളർച്ച മുരടിപ്പ്, പോഷകാഹാരക്കുറവ്, ജനന സമയത്തെ ഭാരക്കുറവ് എന്നിവ തടയുക, 6 മുതൽ 59 മാസം വരെ പ്രായമുള്ള കുട്ടികൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ, 15 മുതൽ 49 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾ എന്നിവരിൽ വിളർച്ചയുടെ വ്യാപനം കുറയ്ക്കുക എന്നിവ പോഷൺ അഭിയാന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. 2019-2021 വർഷത്തെ ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ മുരടിപ്പ് 38.4% നിന്ന് 35.5% കുറഞ്ഞു. ഭാരക്കുറവ് വ്യാപനം 35.8% നിന്ന് 32.1%, വളർച്ചാ ശോഷണം 21.0 നിന്ന് 19.3% ഗണ്യമായി കുറഞ്ഞു. പോഷൺ അഭിയാൻ പോലുള്ള പദ്ധതികളാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ഗർഭധാരണം മുതൽ 2 വയസ്സുവരെയുള്ള ആദ്യത്തെ 1000 ദിവസങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ദാരിദ്ര്യം, നേരത്തെയുള്ള വിവാഹം, ലിംഗവിവേചനം തുടങ്ങിയ ഘടകങ്ങൾ മൂലമുണ്ടായേക്കാവുന്ന പോഷകാഹാരക്കുറവിന്റെ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ പോഷൺ അഭിയാൻ ശ്രമിക്കുന്നു. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഭക്ഷണ വൈവിധ്യം, പൂരക ഭക്ഷണം, മുലയൂട്ടൽ എന്നിവ പ്രോത്സാഹിപ്പിച്ച് ബഹുജന മുന്നേറ്റം എന്ന രീതിയിൽ പോഷൺ അഭിയാൻ തന്ത്രപരമായ ഇടപെടൽ നടത്തുന്നു. സമഗ്രമായ പോഷകാഹാര വിതരണം ഉറപ്പാക്കുന്നതിനായി ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്, നാഷണൽ ഹെൽത്ത് മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ തുടങ്ങിയ പദ്ധതികളെ സംയോജിപ്പിച്ചാണ് ഈ സംരംഭം മുന്നേറുന്നത്. പോഷൺ ട്രാക്കർ ആപ്പ് പോലുള്ള സംവിധാനങ്ങൾ വഴി സാങ്കേതിക വിദ്യയും ഈ ദൗത്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന പോഷൺ മാഹ്, പോഷൺ പഗ്വാഡ തുടങ്ങിയ പരിപാടികൾ, പോഷകാഹാര ശില്പശാലകൾ, റാലികൾ, പോഷകാഹാര ഉദ്യാനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ പോഷക സമൃദ്ധവുമായ ഭക്ഷണശീലം പിന്തുടരാൻ പ്രോത്സാഹനം നൽകുന്നു. പോഷകാഹാരത്തെക്കുറിച്ച് അവബോധവും ആരോഗ്യകരമായ രീതികളും പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ജനകീയ മുന്നേറ്റങ്ങൾ 8ാമത് ദേശീയ പോഷൺ മാസാചരണത്തിലും തുടരുകയാണ്. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും സുസ്ഥിരാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നൂതനവും സമഗ്രവുമായ സമീപനങ്ങളാണ് ഈ വർഷത്തെ ക്യാമ്പയിന്റെ പ്രത്യേകത. പൊണ്ണത്തടിക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് പ്രധാന പ്രമേയങ്ങളിൽ ഒന്ന്. എണ്ണയുടെയും പഞ്ചസാരയുടെയും ഉപഭോഗം കുറയ്ക്കുക അടക്കമുള്ള അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മുടെ രാജ്യത്തിന് പൊണ്ണത്തടി ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ 3-ൽ 1 വ്യക്തിയും അതിനിരയാകും. നമ്മൾ പൊണ്ണത്തടിയിൽ നിന്ന് സുരക്ഷ നേടണം. പാചകത്തിൽ 10% കുറവ് എണ്ണ ഉപയോഗിക്കുക എന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ മുന്നോട്ട് വെച്ചത് ഈ സാഹചര്യത്തിലാണ്.
ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവുമാണ് മറ്റൊന്ന്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണിത്. പോഷകാഹാരം പ്രാഥമിക വിദ്യാഭ്യാസവുമായി സംയോജിപ്പിച്ച് അംഗൻവാടി കേന്ദ്രങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉയർന്ന നിലവാരമുള്ള പ്രീ സ്കൂൾ ശൃംഖല വികസിപ്പിക്കുക എന്നത് ഇത് ലക്ഷ്യമിടുന്നു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിൻ പരിസ്ഥിതി സുസ്ഥിരതയെ പോഷകാഹാര അവബോധവുമായി സംയോജിപ്പിക്കുന്നു. വൃക്ഷത്തൈ നടീൽ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഇത് ദീർഘകാല ആരോഗ്യത്തിനും ക്ഷേമത്തിനും പിന്തുണ നൽകുന്നു. മികച്ച പോഷകാഹാരത്തിനായി 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മുലയൂട്ടൽ ഉറപ്പാക്കാൻ അമ്മമാർക്കുള്ള ബോധവൽക്കരണവും പോഷൺ മാസാചരണത്തിന്റെ ഭാഗമായി നടന്നുവരുന്നു. പോഷൺ അഭിയാന്റെ പ്രധാന ഘടകമാണ് പോഷൺ മാസാചരണം. സമൂഹ പങ്കാളിത്തത്തിലൂടെയും സാങ്കേതിക വിദ്യാധിഷ്ഠിത പരിഹാരങ്ങളിലൂടെയും പോഷകാഹാരക്കുറവിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ഈ സംരംഭം വലിയ പങ്ക് വഹിച്ചിരുന്നു. എല്ലാ വർഷവും സെപ്റ്റംബറിൽ നടക്കുന്ന ഈ ക്യാമ്പയിൻ ഇന്ന് വലിയ ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുകയാണ്. പോഷൻ ട്രാക്കർ ആപ്പ് പോലുള്ള സാങ്കേതിക സംവിധാനങ്ങളും ചിൽഡ്രൻ ന്യൂട്രീഷൻ പാർക്ക് പോലുള്ള നൂതന വേദികളും ഇതിന് പിന്തുണയേകുന്നു. ജനങ്ങൾക്കിടയിൽ സുസ്ഥിരമായ പോഷകാഹാര രീതികൾ വളർത്തിയെടുത്ത് ആരോഗ്യകരവും ശക്തവുമായ ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കുകയാണ് പോഷൻ അഭിയാൻ.